ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. മക്കളെ, നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് +2 നിന്ന് നീറ്റ് എക്സാമിന് ഷുവറായിട്ട് ഒരു രണ്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ വരെ വരാൻ സാധ്യതയുള്ള എന്നാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് എവല്യൂഷൻ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, എവല്യൂഷൻ NCERT-യിൽ പറഞ്ഞ ഓർഡറിലല്ല, ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശ ഐഡിയയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫ്. ഭൂമിയിൽ ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള 4 തിയറികളാണ്. ആദ്യത്തെ തിയറി ഏതാണ്? പാൻസ്പേർമിയ. ആദിമ ഗ്രീക്ക് ചിന്തകരാണ് ഈ ഒരു തിയറി പറഞ്ഞത്. സ്പോറുകൾ എന്നറിയപ്പെടുന്ന യൂണിറ്റ്സ് ഓഫ് ലൈഫ് എർത്തിലേക്കും മറ്റ് പ്ലാനറ്റുകളിലേക്കും ഔട്ടർ സ്പേസിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ് ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത്. ഓക്കെ, രണ്ടാമത്തെ തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. ജീവൻ സ്വയം ഉണ്ടായി വരുന്നു എന്നുള്ളൊരു തിയറിയാണ്. മണ്ണിൽ നിന്നും, ചേറിൽ നിന്നും, ചെളിയിൽ നിന്നും, ഡീക്കേയിങ് മാറ്ററുകളിൽ നിന്നൊക്കെ ജീവൻ സ്വയം അങ്ങോട്ട് ഉണ്ടായി വരും, വേറെ മെക്കാനിസം ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തിയറിയാണ്. ബട്ട് ദിസ് വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്ചർ. ഇത് ആരാ കുട്ടികളെ ഡിസ്പ്രൂവ് ചെയ്തത്? ലൂയിസ് പാസ്ചർ ആണ്. മൂന്നാമത്തെ തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ആൻഡ് ദിസ് ഇസ് എ റിലീജിയസ് തിയറി. ഇതൊരു റിലീജിയസ് തിയറിയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ഈസ് 4K ഇയേഴ്സ് ഓൾഡ് എന്നുള്ളതാണ്. എർത്ത് 4000 ഇയർ ഓൾഡ് മാത്രമാണ്, അല്ലാതെ കോടാനുകോടി വർഷം പഴക്കമൊന്നും ഭൂമിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. ക്ലിയർലി കുട്ടികൾ? ഈ തിയറിയിൽ കുറെ കാര്യമുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. അടുത്ത എന്താണ്? അവസാനത്തെ തിയറി ശാസ്ത്രലോകമൊക്കെ അംഗീകരിച്ചിട്ടുള്ള തിയറിയാണ്. ദാറ്റ് ഈസ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ തിയറി ഇത് പ്രപ്പോസ് ചെയ്തത് ഒപ്പാരിനും ഹാൽഡെയിനുമാണ്. ആരാണ് മക്കളെ? ഒപ്പാരിനും ഹാൽഡെയിനുമാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. ഈ തിയറി എന്താ പറയുന്നത്? ആദിമ ഭൂമിയിലെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്നറിയോ? റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലാത്ത അന്തരീക്ഷമായിരുന്നു. അതാണ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ. ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അത് ഹൈ ടെമ്പറേച്ചർ കേട്ടോ, ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അതുപോലെ വോൾക്കാനിക് സ്റ്റോംസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. അങ്ങനെ ആദിമ ഭൂമിയിൽ ഓക്സിജൻ ഇല്ല, പകരം മീഥൈന്, വാട്ടർ വേപ്പർ, അമോണിയ ഇങ്ങനത്തെ കാളുകളാണ് ഉള്ളത്. ആ കണ്ടീഷനിൽ ഇവരെല്ലാം കൂടെ റിയാക്ട് ചെയ്ത് ബയോമോളിക്യൂളുകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. ഈ തിയറിയുടെ എക്സ്പെരിമെന്റൽ പ്രൂഫ് 1953 മില്ലർ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. മില്ലർ ചെയ്തത് ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് ഹൈ ടെമ്പറേച്ചറിൽ, അതായത് 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത്. അവിടെ ആരെയൊക്കെ എടുത്തു? നമുക്ക് ഈ ഗ്യാസുകൾ ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചോണ്ട് കേട്ടോ, ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചോണ്ടു. അമോണിയ, മീഥൈന്, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഗ്യാസ്. അമോണിയ, മീഥൈന്, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഗ്യാസ്. ഇത് എടുത്തുകൊണ്ട് ഇവർ എക്സ്പെരിമെന്റ് നടത്തി. 800 ഡിഗ്രി സെൽഷ്യസിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നത് കാണാൻ പറ്റി. ഓക്കെ, ഈ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ്, ചില അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആദിമ ഭൂമിയിലെ കണ്ടീഷൻസിൽ ബയോമോളിക്യൂളുകൾ ഉണ്ടായി എന്നതിന്റെ തെളിവായിട്ട് ഇത് എടുക്കാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നോക്കൂ. 2020 ചോദിച്ചുള്ള ഒരു ചോദ്യമാണിത്. ഭയങ്കര സിമ്പിൾ ആണ്. ഏത് ടെമ്പറേച്ചറിൽ ഏത് എടുത്തു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കൂ, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്യാൻ പോകില്ല. യു വിൽ ഗെറ്റ് ദ ആൻസർ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വിൽ ഗെറ്റ് ഇറ്റ്. അടുത്തത് നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് എവിഡൻസസ് ഫോർ ബയോളജിക്കൽ എവല്യൂഷൻ. എവല്യൂഷൻ നടന്നു എന്നുള്ളതിന്റെ കുറച്ച് തെളിവുകളാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും, എവിഡൻസ് ഫോർ ബയോളജിക്കൽ എവല്യൂഷൻ. എവല്യൂഷൻ നടന്നു എന്നുള്ളതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? 7 തെളിവുകൾ നമുക്ക് 4 സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ 5ാമത്തെ ഒരു തെളിവുത, ദെൻ 6ാമത്തെ തെളിവുത, ദെൻ 7ാമത്തെ തെളിവ്. ഇങ്ങനെ 7 തെളിവുകളാണ് എവല്യൂഷൻ നടന്നു എന്നുള്ളതിന് നമുക്കുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ തെളിവ് എന്താണ്? പാലിയന്റോളജിക്കൽ എവിഡൻസുകളാണ്. ദാറ്റ് ഈസ് ഫോസിൽസ്. ഫോസിൽസിന്റെ സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാലിയന്റോളജി എന്ന് വിളിക്കുക. അപ്പോൾ ഫോസിലുകൾ ഒരു എവിഡൻസ് ആണ്. രണ്ടാമത്തതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. എല്ലാ വെർട്ടിബ്രേറ്റയുടെയും എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സ്റ്റേജുകൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ വെർട്ടിബ്രേറ്റകൾക്ക് എല്ലാം ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണല്ലോ അത്. അതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചേക്കാം. അതാണ് ഏണസ്റ്റ് ഹെക്കലെ. ആരാ പ്രപ്പോസ് ചെയ്തത്? ഏണസ്റ്റ് ഹെക്കലെ. നമുക്ക് ഒരു തവണ ചോദ്യം വന്നത് 2020 ഇത് ഡിസ്പ്രൂവ് ചെയ്തത് ആരാണ്? ഇത് ഡിസ്പ്രൂവ് അല്ല, ഡിസപ്രൂവ് ചെയ്തത്. ഇത് പൂർണ്ണമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇത് ശരിയാണ്, ഏകദേശങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എല്ലാ ജീവികൾക്കും ഒന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഡിസപ്രൂവ് ചെയ്തു ഒരാൾ. ആരാണത്? കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ആരാണ് മക്കളെ? കാൾ ഏണസ്റ്റ്
ഏണസ്റ്റ് വോൺ ബെയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എംബ്രിയോളജിക്കൽ എവിഡൻസ് പ്രപ്പോസ്ഡ് ബൈ ഹെക്കൽ, ഡിസപ്രൂവ്ഡ് ബൈ, ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു വോൺ ബെയർ. ഓക്കെ, അടുത്താണ് ബയോകെമിക്കൽ എവിഡൻസ്. ഒന്നുമില്ല, ബയോമോളിക്യൂൾസ് ആർ സെയിം ഇൻ ഓൾ ഓർഗാനിസം, എല്ലാവരുടെയും ബയോമോളിക്യൂൾ സെയിം ആണ്. അടുത്താണ് എവിഡൻസ് ഫ്രം ബ്രീഡിംഗ്, അതായത് നമുക്ക് ബ്രീഡിങ്ങിലൂടെ പലതരം ജീവികളെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ സ്വയം ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡ് ചെയ്ത് പുതിയ തരത്തിലുള്ള ജീവികൾ ഉണ്ടായിക്കൂടെ, അതാണ് എവിഡൻസ് ഫ്രം ബ്രീഡിംഗ്. ഓക്കെ അല്ലേ? then അടുത്ത തെളിവാണ് കമ്പറേറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി. ജീവികളുടെ അനാട്ടമിയും മോർഫോളജിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില തെളിവുകൾ കിട്ടും. അതിന്റെ ഉദാഹരണങ്ങളാണ് എന്ത്? ഹോമോലോഗസ് അവയവങ്ങളും അനലോഗസ് ഓർഗാനുകളും. ഹോമോലോഗസ് ഓർഗാനുകളുടെ പ്രത്യേകത എന്താണ്? സെയിം അനാട്ടമി ഓർ ഒറിജിൻ ഓർ അനാട്ടമി സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻസ്, അല്ലെ, വ്യത്യസ്ത ഫംഗ്ഷൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവർക്ക് എല്ലാവർക്കും കോമൺ ആൻസെസ്റ്റർ ഉണ്ട്, അല്ലെ. ഉദാഹരണത്തിന് ബാറ്റിന്റെ ഫോർലിംബ് അത് പറക്കാനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ പറക്കാനുള്ള രൂപത്തിലേക്ക് മാറി. മനുഷ്യന്റെ ഫോർലിംബ് നമ്മുടെ സ്കില്ലഡ് ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്. വെയില് അതിന്റെ ഫോർലിംബ് നീന്താനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ വെയിലും മനുഷ്യനും ഒക്കെ ഒരു കോമൺ ആൻസെസ്ട്രിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്, അല്ലെ. സോ ഇറ്റ് റെപ്രസെന്റ് കോമൺ ആൻസെസ്ട്രി, അല്ലെ. കോമൺ ആൻസെസ്ട്രി ആണ് ഹോമോലോഗസ് ഓർഗാനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് എന്ത് തരം എവല്യൂഷൻ ആണ് മക്കളെ കാണിക്കുന്നത്? ദിസ് ഷോ ഡൈവർജന്റ് എവല്യൂഷൻ, അല്ലെ. ഇത് ബേസിക്കലി എന്താണ്? ഒരു ആൻസെസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഡൈവർജ് ചെയ്തു പോകല്ലേ. സോ ദിസ് ഈസ് ഡൈവർജന്റ് എവല്യൂഷൻ. ഇതിന്റെ കുറെ തെളിവുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണം NCERT യിലുണ്ട്. ആ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ക്ലാസ് നോട്ട്സ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലെ. അപ്പൊ മനുഷ്യന്റെയും ബാറ്റിന്റെയും ഒക്കെ ഫോർലിംബ്, മനുഷ്യൻ, ബാറ്റ്, ചീറ്റ, വെയിലിന്റെ ഫോർലിംബ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വെർട്ടിബ്രേറ്റുകളുടെയും ഹാർട്ട്. ആ ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് പല രീതിയിലാണെങ്കിലും അതിന്റെ എല്ലാം ബേസിക് അനാട്ടമി, ബേസിക് മസ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ സെയിം ആണ്. വെർട്ടിബ്രേറ്റുകളുടെ എല്ലാം ബ്രെയിന് ഒക്കെ, നമ്മുടെ എല്ലാം ബ്രെയിനുകളിൽ വർക്ക് ചെയ്യുന്ന രീതികൾ പലതരത്തിലാണെങ്കിലും, അതായത് നമുക്ക് ബുദ്ധിയുണ്ട് പക്ഷെ അവൾക്ക് ബുദ്ധി നമ്മളത്ര ഇല്ലല്ലോ. സോ വർക്ക് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണല്ലോ. ഇതിന്റെ എല്ലാം ഒറിജിൻ ഓർ ബേസിക് അനാട്ടമി സെയിം ആണ്. അതാണ് വെർട്ടിബ്രേറ്റ്സ് ഹാർട്ട്, വെർട്ടിബ്രേറ്റ്സ് ബ്രെയിൻ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ എന്താ? ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ. കുക്കുർബിറ്റയുടെ ടെൻഡ്രിൽ എന്താ? അതിനെങ്ങനെ പിടിച്ചു കയറാൻ വേണ്ടി സഹായിക്കുന്ന ഇങ്ങനെ വള്ളി പോലെ നിൽക്കുന്ന സാധനമാണ്. എന്നാൽ നമ്മൾ ബൊഗൈൻ വില്ലയിലേക്ക് വന്ന് അതിനെന്തുണ്ട്? തോണുണ്ട്, അല്ലെ. തോണിന്റെ പണി എന്താണ്? അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ അനാട്ടമി സെയിം ആണ്. ഇത്തരം അവയവങ്ങളാണ് ഹോമോലോഗസ് ഓർഗൻസ്, അല്ലെ. ഇനി അനലോഗസ് ഓർഗൻസോ നേരെ വിപരീതമാണ്. എന്താ വിപരീതം? ഡിഫറെന്റ് അനാട്ടമി ഓർ ഒറിജിൻ. അനാട്ടമി ഓർ ഒറിജിൻ ഡിഫറെന്റ് ആണ്, ബട്ട് സെയിം ഫംഗ്ഷൻ ആണ്. കുറേ ഉദാഹരണങ്ങൾ. ഇപ്പോൾ ബേർഡിന്റെ വിങ്സ്, ബട്ടർഫ്ലൈയുടെ വിങ്സ്, രണ്ടിനെയും ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ അതിന്റെ ഒറിജിൻ ഡിഫറെന്റ് ആണ്. അതിന്റെ അനാട്ടമി, ഇന്റേണൽ അനാട്ടമി ഡിഫറെന്റ് ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ പ്രത്യേകത? സെയിം കോമൺ ഹാബിറ്റാറ്റ് ആണ്, അല്ലെങ്കിൽ കോമൺ നീഡ് ആണെന്ന് പറയാം, അല്ലെ. ഒരേ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഒരേ നീഡുള്ള ആളുകളാകുമ്പോൾ വ്യത്യസ്ത ആൻസെസ്റ്റർ എന്നുള്ള ആളുകൾക്ക് ഒരേപോലത്തെ സ്ട്രക്ചർ ഉണ്ടാകുന്നു. മറ്റൊരു ഉദാഹരണം അല്ലേ, പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ. പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താ? ഫുഡിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഒന്നിന്റെ അനാട്ടമി റൂട്ട് ആണ്, ഒന്നിന്റെ അനാട്ടമി സ്റ്റെം ആണ്. ഇനിയിപ്പോ ഞാൻ വേറൊരു ഉദാഹരണം പറയട്ടെ. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഫ്ലിപ്പർ ഓഫ് ഡോൾഫിൻ. എന്താ? ഡോൾഫിന്റെ ഫ്ലിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ഫോർലിംബാണ്. നമ്മുടെ ഫോർലിംബ് പോലെയുള്ള നമ്മുടെ കൈയിന്റെ അനാട്ടമിയാണ് ഉണ്ടാവുക. കാരണം ഡോൾഫിൻ ഒരു മാമലാണ്. അതേസമയത്ത് പെൻഗ്വിൻ ഈസ് എ ബേർഡ്. അയാളുടെ ഫ്ലിപ്പർ എന്ന് പറഞ്ഞ ഒരു ബേർഡിന്റെ ചിറകിന്റെ അനാട്ടമിയാണ് ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മുടെ കണ്ണ്, ഒക്ടോപ്പസിന്റെ കണ്ണ്, ഒക്ടോപ്പസിന്റെയും നമ്മുടെയും കണ്ണിന്റെ പണി എന്താ? കാണുക എന്നുള്ളത്. ഫംഗ്ഷൻ സെയിം ആണ്, ബട്ട് അനാട്ടമി ഡിഫറെന്റ് ആണല്ലേ. അപ്പൊ ഇത് എന്ത് തരം എവല്യൂഷനെയാണ് കാണിക്കുന്നത് കുട്ടികളെ? ദിസ് ഷോ കൺവെർജന്റ് എവല്യൂഷൻ, അല്ലെ. കൺവെർജന്റ് എവല്യൂഷൻ ആണ്. സോ യു ഹാവ് ടു നോ ഓൾ എക്സാമ്പിൾസ്. ഇതിന്റെ കംപ്ലീറ്റ് ഉദാഹരണങ്ങൾ ഇപ്പൊ സാറ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി. ഇതിന്റെ ഉദാഹരണങ്ങൾ ഈ ഒരു പാർട്ട് NCERT നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. ഈ ചാപ്റ്റർ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന, ഇപ്പോൾ കേരള ബോർഡ് എക്സാമിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നീറ്റിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ക്ലിയർ അല്ലേ? അപ്പോൾ യു ഹാവ് ടു പോസ് ദിസ് വീഡിയോ ആൻഡ് ട്രൈ ടു ആൻസർ ദീസ് തിങ്സ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കേട്ടോ, ഏറ്റവും കോമൺ ഒരൊറ്റ ചോദ്യം ഞാൻ പറയാം. ലുക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹോമോലോഗസ് ടു വിങ്സ് ഓഫ് ബേർഡ്? ബേർഡിന്റെ വിങ്ങിനോട് ഹോമോലോഗസ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഹൈൻഡ് ലിംബ് ഓഫ് റാബിറ്റ്. ഹൈൻഡ് ലിംബ് എന്തായാലും പറ്റൂല, ഫോർ ലിംബ് നമുക്ക് എങ്ങനെയെങ്കിലും ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നോക്ക്, ഡോർസൽ ഫിൻ ഓഫ് ഷാർക്ക്. ഷാർക്കിന്റെ ഡോർസൽ ഫിൻ എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള കാലിന് കറസ്പോണ്ടിങ് ആണ്, എന്തായാലും അതും പറ്റൂല. ഇനി വിങ് ഓഫ് എ മോത്ത് എന്ന് പറഞ്ഞാൽ നിശാശലഭം, അത് കുറെ ഡിസ്റ്റന്റ് ആയുള്ള ഒരു ജീവിയാണ്. എന്നാൽ ഫ്ലിപ്പർ ഓഫ് വെയിൽ നോക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. സാറേ, ഫ്ലിപ്പർ ഓഫ് വെയിൽ എന്ന് പറഞ്ഞാൽ അതിന് മനുഷ്യന്റെ കൈയിന്റെ അനാട്ടമി അല്ലേ ഉണ്ടാവുക? ഇത് നോക്കൂ, ഇത് ബേർഡിന്റെ വിങ് അല്ലേ? ഇതിന്റെ രണ്ടിന്റെ അനാട്ടമി അത്ര സെയിം ഒന്നും അല്ലല്ലോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, അല്ലെ. ശരിയാണ്. പക്ഷെ ഈ ഓപ്ഷനിലെ ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സാമ്യം ഇത് രണ്ടും തമ്മിലാണ്. കാരണം എന്താ? രണ്ടുപേരും വെർട്ടിബ്രേറ്റയിൽപ്പെട്ട ആൾക്കാരാണല്ലോ. രണ്ടുപേരും വെർട്ടിബ്രേറ്റയിൽപ്പെട്ട ആളുകളാണ്.
യെസ് ഓർ നോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ടുപേരും ടെട്രാപോഡയിൽപ്പെട്ട ആളുകളാണല്ലോ. ടെട്രാപോഡ ഒക്കെ പഠിച്ചില്ല നിങ്ങൾ +1 ആനുവൽ കിങ്ഡത്തിൽ. അതായത് ക്ലോസ്ലി ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആരാണ്? ഇവരാണ്. അപ്പൊ നമുക്ക് എന്തെടുക്കേണ്ടി വരും? ഈ കൂട്ടത്തിൽ ഫ്ലിപ്പർ ഓഫ് വെയിൽ എടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഹോമോലോഗസ് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ രീതിയിൽ ഏറ്റവും ക്ലോസ്ഡ് ആരാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആൻസറിലേക്ക് പോകാന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്താണ് എവിഡൻസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻ. മനുഷ്യന്റെ ചില പ്രവർത്തികളിൽ നിന്ന് കിട്ടിയ തെളിവ്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് പെസ്റ്റിസൈഡ് ഓർ ഹെർബിസൈഡ് റെസിസ്റ്റൻസ്. നമ്മൾ നിരന്തരമായിട്ട് പെസ്റ്റിസൈഡുകളും ഹെർബിസൈഡുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പുതിയ പ്ലാന്റുകൾ, ഹെർബിസൈഡ് യൂസ് ചെയ്യുമ്പോൾ അതിനോട് റെസിസ്റ്റന്റ് ആയ പ്ലാന്റ്, പെസ്റ്റിസൈഡുകളോട് റെസിസ്റ്റന്റ് ആയ ഇൻസെക്റ്റുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അടുത്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് മൈക്രോബ്സ്. ബാക്ടീരിയകളൊക്കെ ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ആയി മാറി പുതിയ വെറൈറ്റികൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഡ്രഗ് റെസിസ്റ്റന്റ് യൂക്കാരിയോട്സ്, ചില ഫംഗസുകൾ ഒക്കെ അവർക്ക് നമ്മൾ കഴിക്കുന്ന മരുന്നുകളോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില യൂക്കാരിയോട്സ്, ചില ഫംഗസുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ നോക്കൂ, പുതിയ ജീവികൾ. നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ എന്താ, ഡ്രഗ് ഉള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഉള്ള ഒരു എൻവയോൺമെന്റിൽ ഒരു ചേഞ്ച് വരുന്നു. എൻവയോൺമെന്റിലേക്ക് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞ പുതിയൊരു കാര്യം വരുന്നു. അപ്പോൾ അതിനോട് റെസിസ്റ്റന്റ് ആയ ആ എൻവയോൺമെന്റിൽ ജീവിക്കാൻ പറ്റുന്ന പുതിയ ആളുകൾ ഉണ്ടായി വരുന്നു. അതിനെയല്ലേ നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. സോ ദീസ് ആർ എവിഡൻസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ. മറ്റൊരു ഉദാഹരണമായിരുന്നു ഇൻഡസ്ട്രിയൽ മെലാനിസം. എവിടെയാണ് നടന്നത് മക്കളെ? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇംഗ്ലണ്ടിലാണ് നടന്നത് അല്ലെ. ഇംഗ്ലണ്ടിൽ 1850 മോത്ത് കളക്ഷൻ നടത്തിയപ്പോൾ വൈറ്റ് മോത്തായിരുന്നു ഡാർക്കിനേക്കാൾ കൂടുതൽ. എന്നാൽ 1920 ഡാർക്ക് വൈറ്റിനേക്കാൾ കൂടുതലായി. ഡാർക്കിന്റെ എണ്ണം കൂടി. എന്താ കാരണം? 1850 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡ് ആയിരുന്നു. അന്ന് പൊല്യൂഷനൊക്കെ കുറവായിരുന്നു. പൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ ആ പീരീഡിൽ ധാരാളം മരങ്ങളുടെ ട്രങ്കുകളിലൊക്കെ ആരുണ്ടായിരുന്നു? ലൈക്കണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മരങ്ങളുടെ ട്രങ്കുകൾക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഉണ്ടായിരുന്നത്. ആ ട്രങ്ക് ലൈക്കൺ വളർന്നു നിൽക്കുന്നത് കൊണ്ട് മരത്തടികളിൽ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ തടി, അതിലെല്ലാം ലൈക്കണുകളുണ്ട്. അപ്പോൾ വെള്ള ബാക്ക്ഗ്രൗണ്ട്, മരത്തടികളിലെല്ലാം ലൈക്കൺ ഇങ്ങനെ വെള്ള കളറിൽ ഉണ്ടായി നിൽക്കുകയാണ്. വെള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്. ആ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് മോത്തിന് ആ ഇരപിടിയന്മാർ കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റും. അപ്പൊ അവരുടെ എണ്ണം കൂടി. എന്നാൽ 1920 എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണല്ലേ. ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷന്റെ പ്രത്യേകത എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു കഴിഞ്ഞു, നിറയെ വ്യവസായങ്ങളാണ്, പുകകൾ ഉണ്ടാവുന്നുണ്ട്, മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ലൈക്കൺ എന്താവും? നെഗറ്റീവ്. ലൈക്കൺ ഡിസപ്പിയർ ആയി. അപ്പൊ ട്രീ ട്രങ്ക് മൊത്തം ഡാർക്ക് കളറായിട്ട് മാറി. ലൈക്കൺസ് പോയപ്പോ പൊടിയും കരിയൊക്കെ വന്ന് അടിഞ്ഞ് മൊത്തം ഡാർക്കായി. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആരായിരിക്കും സർവൈവ് ചെയ്യുക? ഡാർക്ക് മൊത്തമായിരിക്കും സർവൈവ് ചെയ്യുക. ലൈക്കൺസിന്റെ ഒരു പ്രത്യേകത എന്താണ്? ലൈക്കൺസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് അവർക്ക് ജീവിക്കാൻ പറ്റൂല. സോ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്തിന്റെ എക്സാമ്പിൾ ആണ്? നാച്ചുറൽ സെലക്ഷന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തതാണ് ബയോജിയോഗ്രഫിക്കൽ എവിഡൻസ് ഓർ അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ മക്കളെ? ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു പ്രത്യേക ഏരിയയിൽ നോക്കൂ, ഒരു കോമൺ ആൻസസ്ട്രിൽ നിന്ന് വ്യത്യസ്ത സ്പീഷീസുകൾ ഉണ്ടായി വരികയും അവർ വ്യത്യസ്ത ഏരിയയുടെ തന്നെ വ്യത്യസ്ത ജിയോഗ്രഫിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ പറഞ്ഞാൽ നോക്കൂ, ഗാലപ്പഗോസിലേക്ക് ഡാർവിൻസ് ഫിഞ്ചസ് എത്തിപ്പെട്ടു അല്ലെ. ആദ്യം എത്തിയത് സീഡ് ഈറ്റിംഗ് ഫിഞ്ചുകളായിരുന്നു, സീഡ് ഈറ്റിംഗ് കുരുവികളായിരുന്നു ആദ്യം എത്തിയത്. അവരിൽ നിന്ന് ആ ഗാലപ്പഗോസിന്റെ വ്യത്യസ്ത ജിയോഗ്രഫിക്കൽ മേഖലയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ ആളുകൾ ഉണ്ടായി വന്നു. അതാണ് നന്നായി ശ്രദ്ധിച്ചോ, എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ്. നോക്കൂ, എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ്, ഒരു കോമൺ പോയിന്റ് തുടങ്ങുക, ആൻഡ് റേഡിയേറ്റിംഗ് ടു ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ജിയോഗ്രഫി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കുക. ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഡെഫിനിഷൻ തന്നെ പഠിക്കണം. ഉദാഹരണം ഡാർവിൻസ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പഗോസ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, പ്ലാസെന്റൽ മാമൽ. ക്ലിയർ അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ മാമൽസ്, മാർസൂപ്പിയൽ മാമലുകളുടെ അഡാപ്റ്റീവ് റേഡിയേഷൻ കാണിക്കുന്ന ഒരു ചിത്രമാണിത്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം, ഈ പേരുകളെല്ലാം പഠിക്കണം. ഇനി ശ്രദ്ധിക്കൂ, ഒരേ സ്ഥലത്ത് ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നാൽ, ഇപ്പോൾ ഓസ്ട്രേലിയ, അവിടെ തന്നെ മാർസൂപ്പിയൽ മാമൽസിന് അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുന്നു, അവിടെ തന്നെ പ്ലാസെന്റൽ മാമലിനും അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, പ്ലാസെന്റൽ മാമലുകളിൽ നിന്ന് ഒരു ഉദാഹരണമായിട്ട് വെറുതെ പറയാണ്, പ്ലാസെന്റൽ മാമലുകളിൽ നിന്ന് നോക്കൂ കുറെ തരം ജീവികൾ ഉണ്ടാവുന്നുണ്ട്. അവിടുന്ന് മോൾ ഉണ്ടായി, മോൾ എന്ന് പറഞ്ഞ പെരിച്ചാഴി. മാർസൂപ്പിയലുകളിൽ നിന്ന് മാർസൂപ്പിയൽ മോൾ ഉണ്ടായി. ഇത് രണ്ടും എന്താണ്? ഒരേ രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന രണ്ട് ആൻസസ്റ്റർ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. സോ ദിസ് ഷോ കൺവർജൻസ്. എന്താ കൺവർജൻസ്? മാർസൂപ്പിയൽ മോൾ വന്നു,
പ്ലാസന്റൽ മോള് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, ആന്റീറ്റർ, പ്ലാസന്റൽ ആന്റീറ്റർ, മാർസൂപ്പിയൽ ആന്റീറ്റർ. അതായത് രണ്ട് ആൻസെസ്റ്ററുകളിൽ നിന്നും രണ്ട് ആൻസെസ്റ്ററിനും എന്ത് നടക്കുക, അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്ന ആളുകൾ പരസ്പരം സാമ്യത ഉള്ളവരായിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റീവ് കൺവർജൻസ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, അഡാപ്റ്റീവ് കൺവർജൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഒരേ സ്ഥലത്ത് രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുക, ഒരേ സ്ഥലത്ത് രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നാൽ അത് കൺവർജൻസിന് കാരണമാകാം. പക്ഷെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കൺവർജൻസ് അല്ല, ഡൈവർജൻസ് ആണ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ് ആണ്. ഇനി ഇവിടെ മറ്റൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, മറ്റൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ ഇവിടെ നടക്കുകയാണെങ്കിൽ അത് കാരണമായിട്ട് പലപ്പോഴും കൺവർജൻസ് വരാം. ഒരു സ്ഥലത്ത് രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ കൺവർജൻസുകൾ സംഭവിക്കാം. ഇതാണ് കൺവർജൻസ്, ഇതാണ് കൺവർജൻസ്. ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ എപ്പോഴും എന്താണ്, ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. അപ്പൊ ഇതൊന്ന് പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറീസ് ഓൺ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ആണ്. നമുക്ക് 4 തിയറിയുള്ളത്. ഫസ്റ്റ് തിയറി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ ഓർ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ബൈ ലാമാർക്ക്. എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ജിറാഫിന്റെ കഴുത്ത് നീണ്ട കഥ അറിയാമല്ലോ. അടുത്ത തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡാർവിന്റെ അതേ കാലത്ത് ഈ ഡാർവിൻ പറഞ്ഞ അതേ തിയറീസ് നമുക്ക് പറഞ്ഞ ആളാണ് ആൽഫ്രഡ് വാലസ്. വാലസ് വർക്ക് ചെയ്തത് മലായ ആർച്ചിപ്പലാഗോയിലാണ്. ഡാർവിൻ വർക്ക് ചെയ്തത് എവിടെയായിരുന്നു, ഗാലപ്പഗോസിലാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്തത്. ഡാർവിന്റെ കപ്പലിന്റെ പേരെന്താ, HMS ബീഗിൾ എന്നായിരുന്നു അല്ലെ. ഇനി ഡാർവിന്റെ അതേ കാലത്ത് പറഞ്ഞ നാളെ പേരാണ് വാലസ് കേട്ടോ. വർക്ക് ചെയ്തത് ആർച്ചിപ്പലാഗോ, മലായ ആർച്ചിപ്പലാഗോ. മലായ ആർച്ചിപ്പലാഗോ എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ദ്വീപസമൂഹം, മലേഷ്യ ഇന്തോനേഷ്യക്ക് ഉൾപ്പെടുന്ന ദ്വീപസമൂഹം. ഇനി അടുത്താണ് തോമസ് മാൾത്തൂസിന്റെ പഠനങ്ങൾ ഡാർവിനെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ഡാർവിനെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് തോമസ് മാൾത്തൂസ്. ഡാർവിന്റെ ഈ സിദ്ധാന്തങ്ങളെ ക്ലിയർ അല്ലേ കുട്ടികളെ? ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ 2 പ്രധാനപ്പെട്ട കീ കോൺസെപ്റ്റ് ആണ് ബ്രാഞ്ചിങ് ഡിസെന്റും നാച്ചുറൽ സെലക്ഷനും. ഇനി എന്താണ് ഡാർവിന്റെ തിയറി പറയുന്നത് നോക്കൂ. റിസോഴ്സുകൾ അൺലിമിറ്റഡ് ആയ ജീവികൾ നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും, അവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓവർ പ്രൊഡക്ഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ പ്രൊഡക്ഷൻ. അങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ റിസോഴ്സ് പിന്നെ കുറച്ച് ലിമിറ്റഡ് ആവും. ഒരു റിസോഴ്സിന് ഇങ്ങനെ ജീവികൾ ഭയങ്കരമായിട്ട് കൂടും, അതുപോലെ റിസോഴ്സ് കൂടണമെന്നില്ല. റിസോഴ്സ് കുറച്ച് കഴിയുമ്പോൾ ലിമിറ്റഡ് ആവും. അപ്പൊ എന്താണ്, ഓവർ ജീവികളുടെ എണ്ണം ഒന്ന് കുറഞ്ഞ് ഈ റിസോഴ്സിൽ ജീവിക്കാൻ പറ്റുന്നവരുടെ എണ്ണത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ അതാണ് ലോകത്തെ ഏത് ജീവികളുടെ എണ്ണം എടുത്താലും ഒരു പരിധിക്കപ്പുറം കൂടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ റിസോഴ്സുകൾ എപ്പോഴും ഒരു പരിധിക്കപ്പുറം കൂടൂല. റിസോഴ്സ് യൂഷ്വൽ കേസിൽ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കുക. ക്ലിയർ? അപ്പൊ റിസോഴ്സ് ലിമിറ്റഡ് ആകുമ്പോൾ ജീവികളുടെ എണ്ണം ഒന്ന് കുറയും. കാരണം ആ റിസോഴ്സിൽ ജീവിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കണം. ഓക്കെ, അപ്പൊ അതാണ് കോൺസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസ് എന്താക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കും. ഇപ്പൊ റിസോഴ്സ് എന്നുള്ളത് ഫുഡാണെന്ന് വിചാരിക്കുക, ആ ഫുഡ് കിട്ടാൻ വേണ്ടി അവരുടെ ഇടയിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നടക്കും അല്ലെ. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ആ കോമ്പറ്റീഷനിൽ ആർക്കാണോ നന്നായിട്ട് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റുക അവര് മാത്രമാണ് വിജയിക്കുക. അവർക്കാണ് നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുക, അവരാണ് നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പോൾ ആരാണോ നല്ല വേരിയേഷൻ ഉള്ളത്, അതായത് ജീവികളുടെ ഇടയിൽ ഒരുപാട് വേരിയേഷൻസ് കാണാം, ജീവികളുടെ ക്യാരക്ടേഴ്സിൽ ഒരുപാട് വേരിയേഷൻസ് കാണാം, ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരേ ക്യാരക്ടേഴ്സ് ആവില്ല, ചെറിയ ചെറിയ ട്രൈറ്റുകൾ ആവില്ല. ക്യാരക്ടർ അല്ല, ഇപ്പൊ ഹൈറ്റ് ഒരാൾക്ക് കൂടുതലാവും ഒരാൾക്ക് കുറവാകും. സോ ട്രൈറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആർക്കാണ് ഏറ്റവും നല്ല ട്രൈറ്റുകൾ ഉള്ളത്, ഏറ്റവും നല്ല വേരിയേഷൻ ഉള്ള ആളുകൾ, അവർ സർവൈവ് ചെയ്യും, അവരാണ് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുക. ആരാണോ കൂടുതൽ സർവൈവ് ചെയ്ത് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരാണ് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ. നമ്മൾ പറയും, നമ്മൾ എന്താ പറയുക, ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ. സോ വി ക്യാൻ സേ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഫേവറബിൾ വേരിയേഷൻ ഉള്ള ആളുകൾ സർവൈവ് ആകുന്നു അല്ലെ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. അപ്പൊ അവർ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നു എന്ന് പറയാം, നാച്ചുറൽ സെലക്ഷൻ. സോ ഒബ്വിയസ്ലി ഈ നാച്ചുറൽ ആരെയാണോ സെലക്ട് ചെയ്തത് അവര് പതിയെ കുറച്ച് കാലം കഴിയുമ്പോൾ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഓക്കെ, അവരിൽ നിന്നാണ് പുതിയ സ്പീഷീസുകൾ ഉണ്ടായി വരിക. ക്ലിയർ ആണല്ലോ? ഇതാണ് ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് പോസ് ആൻഡ് ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഓക്കെ, ഇനി അടുത്താണ് മ്യൂട്ടേഷൻ തിയറി. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹ്യൂഗോ ഡിബ്രിസ്. ഈ സ്റ്റഡിഡ് ഇൻ ഈവനിങ് പ്രൈംറോസ് എന്ന് പറഞ്ഞ ചെടിയിലാണ് പഠനം നടത്തിയത്. ഇനോത്തിറ ലാമാർക്കിയാന എന്നാട്ടോ ഇതിന്റെ സയന്റിഫിക് നെയിം. ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ചോദിച്ചൊക്കെ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇനി പുള്ളി പറഞ്ഞ പരിപാടി എന്താ വെച്ചാൽ സിംഗിൾ സ്റ്റെപ്പിൽ ലാർജ് മ്യൂട്ടേഷൻ നടക്കും, അതിന് അദ്ദേഹം സോൾട്ടേഷൻ എന്ന് വിളിച്ചു. ആ സോൾട്ടേഷൻ ആണ് എവല്യൂഷന് കാരണമാവുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ ഡാർവിനും ഡിബ്രീസും തമ്മിൽ, ഹ്യൂഗോ ഡിബ്രീസും തമ്മിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഡിബ്രീസിനെ സംബന്ധിച്ചിടത്തോളം സഡൻ പെട്ടെന്ന് ഉണ്ടാവുന്ന ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെട്ടെന്നൊരു വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഡയറക്ഷൻലെസ്, അത് ഭയങ്കര എൻവയോൺമെന്റിന് ഫേവറബിൾ ആവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള റെവല്യൂഷൻ, ഒരു മ്യൂട്ടേഷൻ നടന്ന് പുതിയൊരു തരത്തിലുള്ള ആളുണ്ടാവുക, ഇത്രയുള്ള മ്യൂട്ടേഷൻ നടക്കുക, ഏതെങ്കിലും തരത്തിൽ പുതിയൊരു ടൈപ്പ് ഓഫ് ആൾ ഉണ്ടായിട്ട് വരിക. അയാൾ നാച്ചുറലിന് ഫേവറബിൾ ആയിരിക്കണം, നാച്ചുറൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊന്നുമില്ല.
പെട്ടെന്ന് മ്യൂട്ടേഷൻ നടന്ന ഒരു പുതിയ ടൈപ്പ് ആളുണ്ടാവുക, അയാൾ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുക. അതാണ് സഡൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയറക്ഷൻലെസ് എൻവയോൺമെന്റ് ഫേവറബിൾ ആവണമെന്നൊന്നുമില്ല. അത്തരം വേരിയേഷൻസിനെ പറ്റിയാണ് പുള്ളി പറഞ്ഞത്. അതാണ് അത്ര എന്തുണ്ടാക്കുന്നത് പുതിയ സ്പീഷീസുകൾ ഉണ്ടാവാൻ കാരണമാകുന്നത്. പക്ഷെ ശരിക്കും ശരിയല്ല, നാച്ചുറലിനോട് ഫേവറബിൾ കൂടി ആവണം. ഓക്കെ, മ്യൂട്ടേഷൻ നടന്ന പുതിയ ആൾ ഉണ്ടാവുന്നത് ഓക്കെയാണ്, അത് ഉണ്ടായാൽ അയാൾ നാച്ചുറലിന് ഫേവറബിളും കൂടി ആവണ്ട. അപ്പോൾ അങ്ങനെയല്ല പുള്ളി പറഞ്ഞത്. ഡാർവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഗ്രാജുവൽ പതിയെ ഉണ്ടാവുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരു ഹ്യൂജ് വ്യത്യാസമൊന്നുമല്ല സംഭവിക്കുക. ഗ്രാജുവൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയറക്ഷണൽ എൻവയോൺമെന്റിന് ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഉള്ള ആളുകളെയാണ് നാച്ചുറൽ സെലക്ട് ചെയ്യുക, അവരാണ് സ്പീഷീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് പോസ് ആൻഡ് ട്രൈ ടു ആൻസർ. സിമ്പിൾ. അടുത്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിന്റെ പ്രത്യേകത എന്താണ്? ഹാർഡി വെയിൻബർഗ് ഒരു ജനറ്റിക് ഇക്വിലിബ്രിയത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്താ ജനറ്റിക് ഇക്വിലിബ്രിയം? ഏതൊരു പോപ്പുലേഷനിലെയും അലീലിക് ഫ്രീക്വൻസി വിൽ ബി കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ അല്ലെ. ഈ അലീലിക് ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ എനി ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി ലീഡ് ടു എവല്യൂഷൻ. എന്താ ഈ അലീലുകളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഒരു പോപ്പുലേഷനിൽ ക്യാപിറ്റൽ എ അലീൽ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ സ്മോൾ എ എന്ന് പറഞ്ഞ അലീലും ഉണ്ട്. ക്യാപിറ്റൽ എ അലീലിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാപിറ്റൽ എ, എത്ര ക്യാപിറ്റൽ എ അലീൽ ആ പോപ്പുലേഷനിൽ ഉണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്യാപിറ്റൽ എ പ്ലസ് സ്മോൾ എ, ടോട്ടൽ അലീലിന്റെ ആണ്. അതാണ് ഫ്രീക്വൻസി. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ എ അലീലിന്റെ ഫ്രീക്വൻസിയെ നമ്മൾ പി, ഈ ഇക്വേഷൻ വെച്ച് കിട്ടുന്നതിനെ നമ്മൾ പി എന്നെടുക്കുന്നു, സ്മോൾ എയുടെ ഫ്രീക്വൻസി ക്യൂ എന്നെടുക്കുന്നു. അങ്ങനെ നമ്മൾ എടുത്താൽ ക്യാപിറ്റൽ എ ജീനോടൈപ്പ് ഉള്ള ആളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ആയിരിക്കും. എത്ര ആൾക്ക് ഈ ജീനോടൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അത് കിട്ടാൻ പി സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ എത്ര ആള് സ്മോൾ എ ജീനോടൈപ്പ് ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ അത് കിട്ടാൻ ക്യൂ സ്ക്വയർ ചെയ്താൽ മതി. ക്യാപിറ്റൽ എ സ്മോൾ എ ഉള്ളവരുടെ എണ്ണം കിട്ടാൻ 2pq ചെയ്താൽ മതി. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്തോ, ഈ എല്ലാ ഫ്രീക്വൻസിയുടെയും കൂടി ടോട്ടൽ എടുത്താൽ 1 ആയിരിക്കും. അതായത് വെറുതെ പി പ്ലസ് ക്യൂ എന്നുള്ള ആഡ് ചെയ്താലും 1 ആയിരിക്കും, പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ആഡ് ചെയ്താലും 1 ആയിരിക്കും. ഇത് രണ്ട് രീതിയിൽ കൂട്ടിയാലും 1 ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നോക്കൂ, ക്യാപിറ്റൽ എ അലീലിന്റെ ഫ്രീക്വൻസി 0.4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സ്മോൾ എയോ നമുക്കറിയാം, ക്യാപിറ്റൽ എയുടെയും സ്മോൾ എയുടെയും കൂടി ഫ്രീക്വൻസി കൂട്ടിയാൽ 1 കിട്ടേണ്ടത്. പി പ്ലസ് ക്യൂ 1 ആണ്. അപ്പൊ സ്മോൾ എ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 0.6 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ച് എയുടെ ഫ്രീക്വൻസിയാണ്. എയുടെ ഫ്രീക്വൻസി ഇതിന്റെ ഫ്രീക്വൻസി പി ആണെങ്കിൽ പി സ്ക്വയർ അല്ലേ എയുടെ ഫ്രീക്വൻസി. അപ്പൊ എയുടെ ഫ്രീക്വൻസി 0.16 വരും. സ്മോൾ എയുടെ ഫ്രീക്വൻസിയോ ഇതിന്റെ സ്ക്വയറാ വരിക, ദാറ്റ് ഈസ് 0.36 വരും. ക്യാപിറ്റൽ എ സ്മോൾ എയുടെ ഫ്രീക്വൻസിയോ ഇത് രണ്ടും കൂടെ ഗുണിച്ചാലുള്ളത് 2pq കിട്ടുക, 0.48 കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് ഇതിന് ബേസ് ചെയ്തൊരു ചോദ്യം. നമുക്ക് 2019 ചോദിച്ച ചോദ്യമാണ് ഇതിന് ബേസ് ചെയ്തിട്ട്. സോ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ പോവാം. ക്ലിയർ അല്ലേ? ഞാൻ വായിക്കുകയാണ്. യു ട്രൈ ടു ആൻസർ ദിസ് വൺ. ഓക്കെ, യു ട്രൈ ടു ആൻസർ ദിസ് വൺ. അല്ല വേണ്ട, ഞാൻ ഇത് മാത്രം വായിച്ചു നോക്കാം, ബാക്കി നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തതിലേക്ക് പോകാം. നമ്മൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഈ ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് വന്നാൽ, അലീലിക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നാൽ എവല്യൂഷന് കാരണം അല്ലേ. അതിന് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ഒരു പോപ്പുലേഷൻ അടുത്തതിലേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം ചേഞ്ച് വരാം. അടുത്ത ജനറ്റിക് ഡ്രിഫ്റ്റ്, ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി ബൈ ചാൻസ്, എന്തെങ്കിലും കാരണം കൊണ്ട് അലീലിക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരാം. അടുത്താണ് ജനറ്റിക് റീകോമ്പിനേഷൻ, നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള കാര്യമാണ്. അടുത്ത മ്യൂട്ടേഷനിലൂടെ പുതിയ അലീലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അലീൽ നശിക്കുക, അങ്ങനത്തെ ഒക്കെ. പിന്നെ നാച്ചുറൽ സെലക്ഷൻ അല്ലെ. നാച്ചുറൽ സെലക്ഷൻ 3 രീതിയിൽ നടക്കാം. ഒന്നാമത്തെ സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇപ്പൊ നമ്മൾ ഹൈറ്റ് എടുത്താൽ നല്ല ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ, ഹൈറ്റ് ഭയങ്കര കുറവുള്ള ആൾക്കാർ. നാച്ചുറൽ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആരുടെ എണ്ണമായിരിക്കും കൂടുക? വൈ ആക്സിസിൽ നമ്മൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് എടുക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എവിടെ കൂടുതൽ? മീൻ ക്യാരക്ടറിലല്ലേ കൂടുതൽ. അപ്പൊ നല്ല പീക്ക്, നല്ല നാരോ പീക്ക്, ഇങ്ങനെ വന്ന് നാരോ ആയുള്ള ഒരു പീക്കാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അതിനെ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? സ്റ്റെബിലൈസിങ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നോക്കൂ, നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത്, സപ്പോസ് നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത് ഹൈറ്റ് കൂടിയ ആളുകളെ മാത്രമാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ ഒരു ഗ്രാഫ് ആക്കിയിട്ട് ഇവിടുത്തെ ആളുകളുടെ എണ്ണം ആയിരിക്കും കൂടുതൽ അല്ലേ. അപ്പൊ നടുവിൽ നിന്ന് ഒരു ഡയറക്ഷനിലേക്ക് ഗ്രാഫ് ഷിഫ്റ്റ് ആയി, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. അതിനെയാണ് ഡയറക്ഷണൽ എന്ന് പറയാം, ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഇനി അങ്ങനെയല്ല, ഹൈറ്റ് കുറവുള്ളവരെയും സെലക്ട് ചെയ്യുന്നു നാച്ചുറൽ, കൂടുതലുള്ളവരെയും സെലക്ട് ചെയ്യുന്നു, നടുവിലുള്ളവരെ സെലക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ അല്ലേ? 3 തരം നാച്ചുറൽ സെലക്ഷൻ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ വിൽ ഗെറ്റ് ദ കോൺസെപ്റ്റ്. നടുവിലുള്ള ഏതൊരു ക്യാരക്ടറുടെയും നടു പോയിന്റിലുള്ളവരെയാണ് നാച്ചുറൽ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ സ്റ്റെബിലൈസിംഗ് ആണ്. ഏതെങ്കിലും ഒരു എൻഡ് ആണെങ്കിൽ ഡയറക്ഷനിലാണ്. 2 എൻഡിനെയും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്റപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വായിച്ചാൽ മതി. എല്ലാം നിങ്ങൾക്ക് പഠിക്കാം. ബിഗ് ബാങ് 13.8 ബില്യൺ ഇയേഴ്സ് ആണ് സംഭവിക്കുന്നത്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അപ്പോഴാണ്. ആദ്യം ഉണ്ടായ
ഗ്യാസുകൾ വരാണ്. എർത്ത് ഉണ്ടായത് 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. എർത്തിൽ ഉണ്ടായി 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജീവൻ ഉണ്ടായി എന്ന് NCERT ഒരു ലൈൻ ഉണ്ട്. ഇത് അത്ര കറക്റ്റ് അല്ല, പക്ഷെ NCERT ഒരു ലൈൻ ആയതുകൊണ്ട് വെറുതെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. പക്ഷെ NCERT തന്നെ പിന്നെ കറക്റ്റ് കാര്യം NCERT മാറ്റി പറയുന്നുണ്ട്. NCERT ഉള്ള ലൈനുകൾ അതെല്ലാം. ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഉണ്ടായത് പറയുന്നു. അപ്പൊ ഇത് NCERTക്കാർക്ക് പറ്റിയ ഒരു തെറ്റാവാനേ സാധ്യതയുള്ളൂ. അതായത് ഭൂമി ഉണ്ടായി 500 മില്യൺ കൊല്ലം കഴിഞ്ഞപ്പോൾ ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 4 ബില്യൺ ഇയേഴ്സ് എഗോ ജീവൻ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് ശരിക്കും കറക്റ്റ് ആയുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. പക്ഷെ NCERT ഇത് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ ആദ്യത്തെ സെല്ലുലാർ ഫോം ഉണ്ടാവുന്നത് എപ്പോഴാണ്? 2 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ആദ്യത്തെ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിച്ചോളൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്, അത്ര അധികം ഇമ്പോർട്ടന്റ് അല്ല. ചോദിക്കൂല എന്ന് ഞാൻ പറയില്ല, പറ്റുമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദെൻ അതിനെ ബേസ് ചെയ്തുള്ള 1-2 ചോദ്യമാണ്. സോ വൺസ് യു ഏബിൾ ടു സ്റ്റഡി ദിസ്, നിങ്ങൾ അത് പഠിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇത് രണ്ടും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകട്ടെ. പിന്നെ 500 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ടായത്. 350 മില്യൺ ഇയേഴ്സ് എഗോ ജോലസ് ഫിഷ് ഉണ്ടായി. ആ സമയത്ത് തന്നെ ലോബ് ഫിന്നഡ് ഫിഷുകളും ഉണ്ടായിട്ടുണ്ട്. ലോബ് ഫിന്നഡ് ഫിഷിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് സീലാക്കാന്ത്. നോക്കൂ, ഇവർക്ക് കരയിലേക്ക് കയറി വരാനും തിരിച്ചു പോകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്റ്റൗട്ട് ഫിൻസ് ഉള്ള ജീവികളായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് സീലാക്കാന്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവനോടെ ഇരിക്കുന്ന ഒരു ജീവിയാണ്, പഴയ കാലത്തുള്ളതൊന്നുമല്ല. അയാൾ ഈ ലോബ് ഫിന്നഡ് ഫിഷസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ടീമാണെന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഈ സീലാക്കാന്തിന്റെ പ്രത്യേകത ഇറ്റ്സ് എ ലിവിംഗ് ഫോസിൽ. അയാൾ കരയിലേക്ക് വരുന്ന ആളൊന്നും അല്ല കേട്ടോ, പക്ഷെ അയാൾക്ക് ഏകദേശം ഇവരുടെ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഇവർ ഈ ലോബ് ഫിന്നഡ് ഫിഷസിന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. നല്ല സ്റ്റൗട്ട് ഫിൻസ് ഉള്ള, കരയിൽ വരാനും കടലിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ആൾക്കാർ. ഇവിടുന്നാണ് ആംഫീബിയ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ട് കുറച്ച് എഴുതി വെച്ച സാധനമാണ്. ഇറ്റ് ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ട്രൈ ടു റീഡ് ദിസ്. ഓക്കെ, ദെൻ ബിഗ്ഗസ്റ്റ് ഡൈനോ ആരായിരുന്നു? ടൈറാനോസോറസ് റെക്സ് ആയിരുന്നു അല്ലെ. നൗ കം ടു എവല്യൂഷൻ ഓഫ് മാൻ. സിമിലർലി ഭയങ്കര ഈസി എനിക്ക് പഠിക്കാനുള്ളത്. ഡ്രയോപിത്തേക്കസ് ആൻഡ് റാമാപിത്തേക്കസ് ആണ് ആദ്യം ഉണ്ടായത് 15 മില്യൺ ഇയേഴ്സ് എഗോ. അവർ ഗൊറില്ലയും ചിമ്പാൻസിയെ പോലെയൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. പിന്നെ ഉണ്ടായത് മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് വിത്ത് ഹൊമിനിഡ് ഫീച്ചേഴ്സ്. ഹൊമിനിഡേ ഫാമിലി നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ ബിലോങ് ടു ഹൊമിനിഡേ ഫാമിലി. നമ്മുടെ ഫാമിലി ഹൊമിനിഡേയാ. ഈ ഹൊമിനിഡേ ഫാമിലിയിൽപ്പെട്ട ജീവികളുടെ ഫീച്ചേഴ്സ് ഉള്ള ചിലര് അപ്രൈറ്റ് വാക്കിങ്ങൾ, മനുഷ്യനെ പോലെ വാക്ക് ചെയ്യുന്ന ചിലര് 4 ഫീറ്റിൽ താഴെയായിരുന്നു ഹൈറ്റ്. പക്ഷെ അങ്ങനത്തെ ആളുകൾ 3 to 4 മില്യൺ ഇയേഴ്സ് എഗോ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഓസ്ട്രലോപിത്തേക്കസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അയാളെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഓസ്ട്രലോപിത്തേക്കസ്. എന്തായാലും 2 മില്യൺ ഇയേഴ്സ് എഗോ ഓസ്ട്രലോപിത്തേക്കസ് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരാളെയും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു NCERT. ഓക്കെ, ഇത് ബേസിക്കലി ആരെയാ ഉദ്ദേശിക്കുന്നത് അറിയാം. ഇത് ശരിക്കും ഇത് ഓസ്ട്രലോപിത്തേക്കസാ. ഓക്കെ, ഏതായാലും ഓസ്ട്രലോപിത്തേക്കസ് അല്ലെങ്കിൽ ഓസ്ട്രലോപിത്തേസിൻസ്. ഓസ്ട്രലോപിത്തേക്കസ് എന്നുള്ള ജീനസിന്റെ പേരാണ്. ഓസ്ട്രലോപിത്തേസിൻസ് എന്ന് പറഞ്ഞാൽ ജീനസ് പെട്ട ആൾക്കാർ. അവർ 2 മില്യൺ ഇയേഴ്സ് എഗോ ലോകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ ശരിക്കും 2 അല്ല, 2 to 4 മില്യൺ ഇയേഴ്സ് എഗോ അവരുണ്ട്. ശരിക്കും ആ ഒരു കാലയളവിൽ അവരുണ്ട് കേട്ടോ. ഈ പറയുന്നത് ശരിക്കും NCERT ഒരു ലൈനാണ്. ഇറ്റ്സ് അബൌട്ട് ഓസ്ട്രലോപിത്തേസിൻസ് ഓർ ഓസ്ട്രലോപിത്തേക്കസ്. പിത്തേക്കസ് എന്നുള്ള ജീനസിന്റെ പേര്, പിത്തേസിൻസ് എന്ന് പറഞ്ഞാൽ ആ ജീനസിൽ പെട്ട ആൾക്കാര്. ഓക്കെ, അടുത്തത് ഇവരുടെ പ്രത്യേകത 100 വിത്ത് സ്റ്റോൺ വെപ്പൺസ് ബട്ട് 8 ഫ്രൂട്ട്. ഓക്കെ, ഫ്രൂട്ടേ തിന്നുള്ളായിരുന്നു. ഇവർ ഹൊമിനിഡേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഇനി അടുത്തത് ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസിന്റെ പ്രത്യേകത ഹൊമിനിഡേ ഫാമിലിയിൽ ആദ്യമായിട്ട് ഹോമോ ജീനസിൽ വരുന്ന ആദ്യത്തെ ആളാണ് ഇയാള്. അപ്പൊ ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെയുള്ള ഹൊമിനിഡേ ഫാമിലിയിൽപ്പെട്ട ആള്. ക്ലിയർ അല്ലേ കുട്ടികളെ? മനുഷ്യനെ പോലെയുള്ള ഹൊമിനിഡേ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഇവര്. ഹൊമിനിഡേ ഫാമിലിയിലാണ് ചിമ്പാൻസിയും ഇവർ ഗൊറില്ലയൊക്കെ പെടുന്നത്. ആ ഫാമിലിയിൽ പെട്ട മനുഷ്യനെ പോലെ ഏറ്റവും സാമ്യമുള്ള ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ് ആരാണ്? ഹോമോ ഹബിലിസ് ആണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇതിന് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരും തന്നെ മീറ്റ് കഴിച്ചിട്ടില്ല. മീറ്റ് കഴിച്ച ആദ്യത്തെ ആളാണ് ഹോമോ ഇറക്ടസ് അല്ലെങ്കിൽ ജാവ മാൻ അല്ലേ. അദ്ദേഹത്തിന് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 900 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ദേ ഓൾസോ 8 മീറ്റ്. നിയാൻഡർത്താൽ മാന് 1 lakh to 40,000 ഇയേഴ്സ് എഗോ ആണ്. അതിന്റെ ഇടയിലാണ് അവരുടെ ഉത്ഭവം. ബിറ്റ്വീൻ ദിസ് ഇയേഴ്സ് 1400 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഹൈഡ് ഉപയോഗിച്ചിട്ട്, അതായത് തോല് ഉപയോഗിച്ച് ക്ലോത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, മരിച്ചവരെ മറവടുകയും ഒക്കെ ചെയ്തിരുന്നു. കമ്മ്യൂണിറ്റി ലൈഫ് അവർ നയിച്ചിട്ടുണ്ടായിരുന്നു. ഹോമോ സാപ്പിയൻസ് ഏകദേശം 75,000 മുതൽ 10,000 വർഷത്തിന്റെ ഇടയിലുള്ള മോഡേൺ ഐസേജിലാണ് ഇവരുണ്ടായിട്ടുള്ളത്. ദെൻ പ്രീ ഹിസ്റ്റോറിക് കേവ് ആർട്ട്, ദാറ്റ് ഈസ് അവസാനത്തെ ആള്. നിയാൻഡർത്താൽ മാൻ കഴിഞ്ഞാൽ അവസാനത്തെ നമ്മൾ ആരാണ്? ഹോമോ സാപ്പിയൻസ് അല്ലെ. ദാറ്റ്സ് ഇറ്റ്. ഇനി പ്രീ ഹിസ്റ്റോറിക് കേവ് ആർട്ട് 18,000 കൊല്ലം മുമ്പാണ് രൂപപ്പെടുന്നത്. അഗ്രികൾച്ചർ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ക്ലിയർലി? സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, നൗ ഈ ചാപ്റ്ററിനകത്ത് ചില ഡയഗ്രംസ് ഉണ്ട്. ആ ഡയഗ്രംസിൽ നിന്ന് ഇന്ന് വരെ ചോദ്യം വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഇനി ചോദ്യം ചോദിക്കൂല എന്നല്ല, ബട്ട് എന്താ പറയാ, നമ്മളൊരു ക്വിക്ക് റിവിഷൻ പാറ്റേണിലേക്ക് പോകുമ്പോൾ വി ടീച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് from where questions are usually asked. Okay, so that's it. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ
ബൈ.